പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കത്രിക്ക കൊണ്ടുവരുന്ന നല്ല അടിപൊളി ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പം നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 കത്രിക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നന്നായിട്ട് പിഴിഞ്ഞ് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ പരുവത്തിന് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് നന്നായിട്ട് അതും മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതുപോലെയാണ് വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ കത്തിരിക്ക എടുത്ത് എല്ലാം നമുക്ക് മീനിൽ മസാല എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് അതുപോലെ നമുക്ക് മസാല പിടിപ്പിച്ചിട്ട് മാറ്റി വെക്കാം. ഒരു ഏകദേശം ഞാൻ വെച്ചിട്ടുള്ളത് ഒരു 2 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ അത്യാവശ്യം ടൈം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂറാണെങ്കിൽ വെക്കാം കേട്ടോ. അരമണിക്കൂറാണ് പാകം. എന്നാലും എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചേക്കുന്ന നമ്മുടെ കത്തിരിക്ക എടുത്ത് അതിലേക്ക് നമ്മുടെ മീൻ വെക്കും പോലെ നന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് കത്തിരിക്കയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ആദ്യം എനിക്ക് കത്തിരിക്കയൊന്നും ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഞാൻ ഈ രീതിയിൽ വെച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ എവിടെ കത്തിരിക്ക കണ്ടാലും ഞാൻ മേടിക്കാറുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ മീൻ ഫ്രൈ ചെയ്യും പോലെ തന്നെ നമുക്ക് ഈ കത്തിരിക്കയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് പാകമായതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇവിടെ സ്വാദിഷ്ടമായ ഒരു കത്തിരിക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. കത്തിരിക്ക ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പോലും ഈ രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. ഞാൻ ഫുൾ ഗ്യാരണ്ടി പറയാണ്. കാരണം എനിക്കും കത്തിരിക്ക ഇഷ്ടമില്ലാതിരുന്നതാണ്. ഇപ്പം കത്തിരിക്ക കണ്ടാലും ഞാൻ വിട്ട് കളയില്ല, എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.